പദവിക്ക് മേജർ ആർച്ച് ബിഷപ്പിന് മുകളിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ. ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിൽ വരുത്താൻ സീറോ മലബാർ മെത്രാൻ സിനഡ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ സീറോ മലബാർ സിനഡിനെ മരവിപ്പിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ വത്തിക്കാൻ നീക്കം നടത്തുന്നതായി സൂചനകൾ. ഇതിനായി ഉത്തരേന്ത്യയിൽ നിന്നുമുള്ള ലത്തീൻ റീത്തിലെ റിട്ടയർഡ് മെത്രാനുമായി വത്തിക്കാൻ വൃത്തങ്ങൾ ബന്ധപ്പെട്ടതായാണ് അറിയാൻ കഴിയുന്നത്. സീറോ മലബാർ സഭ സൂയി ജൂറി സഭയായി നിലവിൽ വന്നപ്പോൾ സിനഡിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു. ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാനോ സീറോ മലബാർ സിനഡിന് അനുവാദമില്ലായിരുന്നു. സീറോ മലബാർ സഭയിൽ മെത്രാൻമാർ തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന ആരാധനാക്രമ തർക്കം പരിഹരിച്ച ശേഷം മാത്രം സിനഡിന് അധികാരം നൽകിയാൽ മതിയെന്നായിരുന്നു വത്തിക്കാൻ നിലപാട്. മാർപ്പാപ്പയ്ക്കും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും ഇടയിൽ സീറോ മലബാർ സിനഡ് കൈ കടത്തുന്നതാണ് സഭയിലെ പ്രശ്ന പരിഹാരത്തിന് വിലങ്ങുതടിയാകുന്നതെന്നാണ് വത്തിക്കാന്റെ വിലയിരുത്തൽ. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ അട്ടിമറിച്ച് സഭാഭരണം പിടിച്ചെടുക്കാൻ മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ 10ഓളം മെത്രാൻമാർ നീക്കം നടത്തുന്നതായി താമരശ്ശേരി രൂപതയിലെ പ്രമുഖ വൈദികൻ റോമിനെ അറിയിച്ചതാണ് പ്രശ്നങ്ങളിൽ വഴിത്തിരിവാകുന്നത്. സീറോ മലബാർ സഭയിലെ ആഭ്യന്തര തർക്കത്തിൽ മാർപ്പാപ്പയെ വലിച്ചിഴക്കുകയും പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾക്ക് വിലയില്ലാത്ത വിധത്തിൽ ആക്കി തീർക്കുകയും മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ പത്രോസിന്റെ പിൻഗാമിയെ അനുസരിക്കാതിരിക്കുന്നവരുടെ വക്താക്കളാവുകയും മാർപ്പാപ്പയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുകയും ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ നിലപാടുകളെ വത്തിക്കാൻ വളരെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. എറണാകുളം വത്തിക്കാൻ തർക്കം അന്താരാഷ്ട്ര കത്തോലിക്ക സമൂഹം ഉറ്റുനോക്കുമ്പോൾ ഒരു കൂട്ടം വൈദികർ അനുസരണക്കേട് ആവർത്തിക്കുന്നതും ഇത്തരം വൈദികർ ശിക്ഷ കൂടാതെ അനുസ്യൂതം കത്തോലിക്ക സഭയിൽ തുടരുന്നതും വത്തിക്കാനെ വളരെയധികം അലോസരപ്പെടുത്തുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ കെട്ടുറപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വളർന്ന പ്രശ്നങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിന് മുകളിൽ മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്റർ വരുന്നതോടെ വേഗത്തിൽ പരിഹാരമാകുമെന്ന് വത്തിക്കാൻ വിലയിരുത്തുന്നു. സീറോ മലബാർ സഭയെ മാർപ്പാപ്പ നേരിട്ട് ഭരിക്കുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള മെത്രാൻമാർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ തുടരാമെങ്കിലും മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും രൂപതകളുടെ മേൽ അധികാരം ഉണ്ടാവുകയില്ല. രൂപത മെത്രാൻമാരെ നിയന്ത്രിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. മാർ റാഫേൽ തട്ടിലിന് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആത്മീയ ശുശ്രൂഷകൾ സഭയിലുടനീളം നിർവഹിക്കാവുന്നതാണ്. സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി വത്തിക്കാൻ നിയമിക്കാൻ ഒരുങ്ങുന്നത് ഉത്തരേന്ത്യയിലെ ലത്തീൻ സഭയിൽ നിന്നുമുള്ള പ്രഗത്ഭനായ ഒരു റിട്ടയർഡ് മെത്രാനെയാണ്. അദ്ദേഹം സമ്മതം അറിയിക്കുകയും സാഹചര്യങ്ങൾ ഒത്തുവരുന്ന മുറയ്ക്കും ഉടനടി നിയമനം ഉണ്ടാകാനാണ് സാധ്യതയെന്നുമാണ് വത്തിക്കാനിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ.